സൂപ്പർ ഗ്ലൂവിന്റെ ശക്തി. സൂപ്പർ ഗ്ലൂവിന് ശരിക്കും എത്രത്തോളം ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ പശയായി അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു തുള്ളിക്ക് 650 പൗണ്ട്, അതായത് ഏകദേശം 295 കിലോഗ്രാം ഭാരമുള്ള ബാർബൽ ഉയർത്താൻ കഴിയും. വെറും 3 തുള്ളി ഉപയോഗിച്ച് 2 ടൺ ഭാരമുള്ള കാർ വരെ വലിക്കാൻ സാധിക്കും. അതിന്റെ ബന്ധനശേഷി അത്രയ്ക്കും അവിശ്വസനീയമാം വിധം ശക്തമാണ്. ഇപ്പോൾ അവർ രസകരമായ ഒരു അഭ്യൂഹം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഒരിക്കൽ ആരോ ഒരു ഹോട്ടൽ മുറിയിലെ ഫർണിച്ചറുകളെല്ലാം സീലിംഗിൽ ഒട്ടിച്ചുവെന്നും അതുവഴി മുറി മുഴുവൻ തലകീടായി തോന്നിയെന്നും പറയപ്പെടുന്നു. എന്നാൽ അത് ശരിക്കും സാധ്യമാണോ? കണ്ടെത്തുക. ഈ പരീക്ഷണത്തിനായി ടോറി ഒരു മുഴുനീള ഹോട്ടൽ മുറി പുനഃസൃഷ്ടിച്ചു. ഫർണിച്ചറുകളുടെ ഭാരം ഒരു കാറിനേക്കാൾ വളരെ കുറവാണെങ്കിലും മെറ്റീരിയലുകൾ തന്നെയാണ് യഥാർത്ഥ വെല്ലുവിളി. ചിലതരം വസ്തുക്കളിൽ പശയ്ക്ക് ഒട്ടിപ്പിടിക്കാൻ ഏകദേശം അസാധ്യമാണ്. അതിനാൽ തറയിൽ പോലും പിടിച്ചു നിൽക്കാൻ അതിന് കഴിയുന്നില്ലെങ്കിൽ സീലിംഗിൽ എങ്ങനെ ഒട്ടിനിൽക്കും? പരീക്ഷണം പൂർത്തിയാക്കാൻ അവർക്ക് വെറും 6 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തേതും ഏറ്റവും കടുപ്പമേറിയതുമായ വെല്ലുവിളി മെത്ത അഥവാ മാട്രസ് ആയിരുന്നു. ടോറി അത് തലകീഴായി വെച്ച് ഒട്ടിക്കേണ്ട പ്രതലത്തിൽ പശ പൂർണ്ണമായി തേച്ചുപിടിപ്പിക്കാൻ 7 കുപ്പികൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചു. സുരക്ഷയ്ക്കായി അത് സ്ഥാനത്ത് വയ്ക്കാൻ സഹായിക്കാൻ അവരൊരു ലിഫ്റ്റും കൊണ്ടുവന്നു. 1 മണിക്കൂർ വെച്ചതിനു ശേഷം മെത്ത ഒടുവിൽ സീലിംഗിൽ ഉറച്ചുനിന്നു. അടുത്തത് സോഫയായിരുന്നു. ഭാഗ്യവശാൽ അതിന്റെ കാലുകൾ പരന്നതായിരുന്നു. അതിനാൽ യാതൊരു പ്രശ്നവുമില്ലാതെ അത് എളുപ്പത്തിൽ ഒട്ടിച്ചു. ബാക്കിയുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഈ പരീക്ഷണം വളരെ എളുപ്പമാണെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് എല്ലാറ്റിലുമുപരി ഏറ്റവും കടുപ്പമേറിയ ഒന്നിനെ അവർക്ക് നേരിടേണ്ടി വന്നത്: ചെടിച്ചട്ടി. അതിന്റെ നിരപ്പില്ലാത്ത അടിഭാഗം കാരണം ഒട്ടിക്കാൻ ഏറെക്കുറെ അസാധ്യമായിരുന്നു. അതിനാൽ അവർക്ക് കൂടുതൽ പശ ഉപയോഗിക്കേണ്ടി വന്നു. 1 മണിക്കൂറിലധികം പരിശ്രമത്തിന് ശേഷം അത് ഒടുവിൽ അവിടെ ഉറച്ചുനിന്നു. അവസാനം ടീം 6 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി എല്ലാ ഫർണിച്ചറുകളും വിജയകരമായി സീലിംഗിൽ ഒട്ടിച്ചു. ആ മുറിയിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ തലകീഴായി മറിഞ്ഞതുപോലെ തോന്നി.